വേണുവിൻ്റെ മരണത്തിന് കാരണമാക്കിയത് ജില്ലാ ആശുപത്രിയിലെ പ്രാഥമികമായ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വേണുവിനെ മാറ്റപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് കിട്ടാൻ പോലും വൈകി എന്ന് പറയുമ്പോൾ ഒരു സംവിധാനത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സ്റ്റേറ്റ് അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന പ്രാധാന്യം കൂടിയാണ് എടുത്തു കാണിക്കുന്നത്. നമസ്കാരം. കൊല്ലം ജില്ലയിലെ ചവറ പന്മന സ്വദേശി വേണു നെഞ്ചുവേദനയെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അവിടെ ചികിത്സിക്കാൻ പറ്റാത്തതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 ദിവസം അവിടെയും ചെലവഴിച്ചു. അങ്ങനെ 5-ാം ദിവസം വേണു ചികിത്സ കിട്ടാതെ മരിക്കുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഫോൺ സന്ദേശം അയച്ചു. തനിക്കിവിടെ ചികിത്സ കിട്ടുന്നില്ല, തനിക്ക് തീരെ വയ്യ, തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ചികിത്സ കിട്ടാതെ ആശുപത്രി അധികൃതരുടെ പ്രശ്നം കൊണ്ടായിരിക്കും ഞാൻ മരിക്കുക എന്ന്. വേണു പറഞ്ഞത് അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന രീതിയിലാണ് വിദഗ്ധ സംഘം, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തിന് ഹൃദ്രോഗമായി എത്തിയ സമയത്ത് പ്രാഥമികമായി കൊടുക്കേണ്ട അടിയന്തര ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ വേണുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ഹൃദ്രോഗി അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും തടസ്സം വന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കുമെന്നുള്ളത്. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി അത് ചെയ്തില്ല. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒരു സാധാരണ നിലവാരമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പോലും ഇന്ന് ലഭ്യമാണ്. ആലോചിക്കണം, ജില്ലാ ആശുപത്രിയിലേക്കാണ് വേണുവിനെ കൊണ്ടുപോയത്. അവിടെ നിന്ന് അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ആ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെ കാർഡിയോളജി ICUവിലായിരുന്നു പ്രവേശിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ പകരം മെഡിക്കൽ ICUവിലാണ്. അവിടെയാണെങ്കിലോ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കിയതുമില്ല, കിടക്കാൻ പോലും സ്ഥലം ലഭ്യമാക്കിയില്ല. ഇങ്ങനെയാണ് വേണു മരിക്കാനിടയായ സംഭവം ഉണ്ടായത്. അത് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സൂചിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും പ്രകടമാക്കിയിരിക്കുന്നത്, ഒരു ജീവനക്കാരെയോ ഡോക്ടർമാരെയോ ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെയോ പ്രശ്നം കൊണ്ടല്ല വേണു മരിച്ചത്, മറിച്ച് സംവിധാനത്തിൻ്റെ നടത്തിപ്പിലെ പിഴവ് കൊണ്ടാണ് വേണു മരിക്കാനിടയായതെന്ന്. അതായത് പ്രാഥമികമായി വേണുവിൻ്റെ മരണത്തിന് ഉത്തരവാദി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണെന്ന് പരോക്ഷമായി എന്നാൽ വളരെ പ്രകടമായി ഈ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് അലിയിക്കാൻ മരുന്ന് കൊടുത്തില്ല. മാത്രവുമല്ല, അവിടുത്തെ കാത്ത് ലാബ് പ്രവർത്തിക്കുന്നില്ല, അവിടുത്തെ കാർഡിയോളജി വിഭാഗത്തിൽ ജീവനക്കാരില്ല. ഇത് സൂചിപ്പിക്കുന്നത്, ഒരു ഹൃദ്രോഗിയെ ചികിത്സിക്കാനായിട്ട് ഒരു ജില്ലാ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട സംവിധാനവുമില്ല, അവിടെ കാർഡിയോളജി വകുപ്പ് പ്രവർത്തിപ്പിക്കാനായിട്ട് ആവശ്യമായ ആൾക്കാരുമില്ല. എന്ന് വെച്ചാൽ ഒരു ഹൃദ്രോഗി, ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ വിഷയമാണ് സംസാരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ സാമ്പത്തികമായി വലിയ ശേഷിയില്ലാത്ത ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് വേണുവിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. കാരണം കൊല്ലത്തുള്ള മറ്റ് സ്വകാര്യ ആശുപത്രികളെ യഥേഷ്ടമുണ്ട്. എല്ലായിടത്തും ഇഷ്ടംപോലെ ഇതിനകം ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം ഇന്ന് ഹൃദ്രോഗികളുടെ എണ്ണം കേരളത്തിൽ ധാരാളം വർദ്ധിക്കുന്നുണ്ട്. ഹൃദ്രോഗം മാത്രമല്ല, ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ടാണ് ഹൃദ്രോഗം പോലും ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു. ഇവിടെ വേണുവിൻ്റെ മരണത്തിന് കാരണമാക്കിയത് ജില്ലാ ആശുപത്രിയിലെ പ്രാഥമികമായ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വേണുവിനെ മാറ്റപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് കിട്ടാൻ പോലും വൈകി എന്ന് പറയുമ്പോൾ ഒരു സംവിധാനത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സ്റ്റേറ്റ് അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന പ്രാധാന്യം കൂടിയാണ് എടുത്തു കാണിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള
ആരോഗ്യമില്ല എന്ന് ന്യായീകരണമായിട്ട് തുടക്കത്തിൽ അധികൃതരും മന്ത്രിയുമൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരം സംഗതികളൊന്നും രേഖയിലില്ല. അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി നടത്തുന്നതിന് ആവശ്യമായ വൃക്കയ്ക്കുള്ള ആരോഗ്യം ഇല്ല എന്നൊക്കെ അന്ന് ന്യായീകരണമായി ഉയർത്തിയിരുന്നു. പക്ഷേ അതും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ വളരെ വ്യക്തമായ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം സാമ്പത്തികമായി വലിയ ശേഷിയില്ലാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവൻ ഉറപ്പ് കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തന്നെ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഏതാനും നാൾ മുമ്പ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയും വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടികൾ എടുക്കാനായിട്ട് ഗവൺമെന്റ് നീങ്ങുകയും, എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹം അത് ഏറ്റെടുത്തതിനാൽ മാധ്യമങ്ങളും ഒക്കെ നിർണായകമായ പങ്കുവഹിച്ചു. ഏറ്റെടുത്തതിനാൽ അദ്ദേഹം കഷ്ടിച്ച് പ്രതികാര നടപടിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹവും ഫേസ്ബുക്കിലൂടെ കുറിച്ചത് മറ്റൊന്നുമല്ല, അവിടെ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിർധനരായ അതല്ലെങ്കിൽ സാമ്പത്തികമായ വൻ ശേഷിയില്ലാത്ത ആൾക്കാർക്ക് സർജറി നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയോ നടത്താതിരിക്കാനോ ഒക്കെ ഉള്ള അവസ്ഥ വരുന്നു. ഇത് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാതെ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷികമായ ഒരു പ്രകടനം തന്നെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതുപോലെ തന്നെ മകളുടെ ചികിത്സയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന ഒരു അമ്മയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള കെട്ടിടം തകർന്നുകൊണ്ട് മരിച്ചത്. അതുപോലെ മാനന്തവാടിയിൽ ഒരു പ്രസവത്തിന് വന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച തുണിയും മറ്റു കാര്യങ്ങളൊക്കെ അകപ്പെട്ടു പോയി. 75 ദിവസം ആ തുണിയും മറ്റുമായിട്ട് ആ സ്ത്രീക്ക് കഠിനമായ നരകജീവിതം നയിക്കേണ്ടി വന്നു. ഒടുവിൽ ആ പഴുത്ത് വളരെയധികം വേദന സഹിച്ച ആ ഒരവസ്ഥയിൽ അത് സ്വമേധയാ പുറത്തു വരികയായിരുന്നു. ഇതിനിടയ്ക്ക് ഡോക്ടർമാരെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, ധാരാളം വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞാണ് തിരിച്ചയച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡോക്ടർമാരും മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്കും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ രോഗികളെ ഒരു ദിവസം ചികിത്സിക്കുമ്പോൾ അവരുടെയും സ്വാഭാവികമായ ശ്രദ്ധയും ക്ഷീണവും ഒക്കെ അവരെയും മനുഷ്യരെന്ന നിലയിൽ ബാധിക്കും. പക്ഷേ എങ്കിലും അവർക്ക് ഈ രോഗികളുടെ ബാഹുല്യം കാരണം അവർ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇത്തരത്തിലും ധാരാളം പിഴവുകൾ വരുന്നതിൻ്റെ വാർത്തകളാണ് അനുദിനം മാധ്യമങ്ങളിലൂടെ നാം കാണുന്നത്. ചുരുക്കത്തിൽ കേരളത്തിലെ ഇന്നത്തെ ചികിത്സാ രംഗം, പൊതു ചികിത്സാ രംഗം അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ പ്രാഥമികമായ ഒരു രോഗം വന്നാൽ അടിയന്തരമായി ജീവൻ രക്ഷിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ല എന്നുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്കിലൂടെ നമുക്ക് മുമ്പിൽ കാണുന്നതും അതോടൊപ്പം തന്നെ വേണുവിൻ്റെ മരണം സൂചിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചെറിയ അടിയന്തര ചികിത്സ പോലും കൊടുക്കാതെ കലശലായ ഹൃദ്രോഗവുമായിട്ടുള്ള വ്യക്തി എത്തി 5 ദിവസം ജില്ലാ ആശുപത്രി ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 ദിവസം ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ശരാശരി മലയാളിയുടെ സാമ്പത്തികമായി മധ്യവർത്തി കുടുംബത്തിൽപ്പെടുന്ന ഒരു മലയാളിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കുക, എന്തെങ്കിലും അടിയന്തര അസുഖം വന്നു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേ സമയത്ത് ഗവൺമെന്റിന്റെ ധൂർത്തിന് വല്ല കുറവുണ്ടോ? ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മന്ത്രാലയത്തിന്റെ ധൂർത്തിന് കുറവുണ്ടോ? അതില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മോഹൻലാൽ അവാർഡ് കിട്ടുന്നു, ഫാൽക്കെ അവാർഡ്, നല്ല കാര്യമാണ്, അദ്ദേഹത്തെ ആദരിക്കേണ്ടതാണ്. പക്ഷെ അതിനൊന്നും എത്ര കണ്ട് ചെലവഴിക്കുന്നതിനും യാതൊരു ക്ഷാമവുമില്ല. അതുപോലെ ഗൾഫ് മലയാളികളുടെ പ്രവാസി മലയാളികളുടെ സമ്മേളനം നടത്തുന്നു. ഈ 5-10 വർഷത്തിനിടയ്ക്ക് ഇത്രയും മീറ്റിങ്ങുകൾ അസംബ്ലിയിൽ നടത്തിയിട്ട് എന്ത് പ്രയോജനം കേരളത്തിനുണ്ടായി? ഇങ്ങനെയുള്ള ധൂർത്തിനംഗം യാതൊരു ക്ഷാമവുമില്ല. എന്നാൽ അടിയന്തരമായ ആവശ്യം, മനുഷ്യന്റെ ചികിത്സയ്ക്ക് ജീവൻ രക്ഷിക്കാനുള്ള മേഖലയായ ആശുപത്രിയുടെ അടിയന്തരമായ പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പൊരുതുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ഒരുപക്ഷെ ഗവൺമെന്റിന്റെ പക്കൽ കാശില്ല എന്നുണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ സഹായം തേടിയെങ്കിലും ഇത്തരം പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശൈലജ ടീച്ചർ എന്ത് തന്നെയാണെങ്കിലും അത്യാവശ്യം വളരെ നന്നായി
ഓടിച്ചിരുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ഇത്രയധികം ഒന്നും പരാതികളൊന്നും ഇല്ലാതെ ശൈലജ ടീച്ചറിൻ്റെ ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വളരെ വൃത്തിയായതും ഒരു വ്യവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്തത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു പരിധിവരെ അതൊക്കെ നിലനിർത്തുന്നുണ്ട്, അതും ഒരു വാസ്തവം തന്നെയാണ്. പക്ഷേ അടിയന്തര രോഗങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ദൈനംദിനം സാധാരണ ജനങ്ങളും ഇത്തരം രോഗങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അപ്പോൾ ഈ ഹൃദ്രോഗമായിക്കോട്ടെ, അതുപോലെ കിഡ്നിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ പല പല രോഗങ്ങളും, ജീവൻ പെട്ടെന്ന് ഭീഷണിയാവുന്ന രോഗങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഒരു വർത്തമാനകാല അവസ്ഥയാണ് ഇപ്പോൾ ഈ വേണുവിൻ്റെ മരണത്തെക്കുറിച്ച് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അടിയന്തരമായി ഏതെങ്കിലും ഒരു ഹൃദ്രോഗം പോലുള്ള ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്.